Hi students, last day we have studied up to the differences. What is the difference between the cost based and value based pricing? We were discussing what are the types or the pricing method that we are adopting, on which we have seen which are the first one was cost oriented pricing method, then value based pricing method, demand oriented pricing method, and competition oriented pricing policy. So in which we have discussed the cost and value, and in cost we have discussed cost plus target pricing, break even, and also marginal cost. And in the then we have seen what are the merits and also the demerits of cost based pricing policy. Then we will be discussing about the value-based pricing policy and its merit and also the demerit. And at the end, we have discussed what is the major difference between the cost-based and value-based pricing policy. So the next one will be the demand-based policy. What is demand-oriented pricing policy? From the word itself, we can know that demand based. അപ്പോൾ നമ്മൾ ഡിമാൻഡ് എന്താണോ ഒരു പ്രൊഡക്റ്റിന് അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. നമുക്ക് എത്രത്തോളം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആയോ എന്നൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ മാർക്കറ്റിൽ നമ്മുടെ കസ്റ്റമേഴ്സിന് ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ? ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് ഹയർ ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ്, വി വിൽ ബി ചാർജിങ് മോർ ചാർജസ്, ദാറ്റ് ഈസ് മോർ പ്രൈസ്. ആൻഡ് ഇഫ് ദ ചാർജസ് ആർ ലോ ഓർ ദ ഡിമാൻഡ്സ് ആർ വെരി ലോ, ദെൻ വി വിൽ ബി ചാർജിങ് ഓൺലി ലോവർ പ്രൈസ്. So, based on the demand of the product or the service and not on the cost of production, it is called the demand-oriented pricing methods. For example, ഇപ്പം ഒരു ഹോട്ടൽ റൂമൊക്കെ നമ്മൾ ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ പല സീസണിലും പല റേറ്റ് ആയി കാണും. ബിക്കോസ് ഒരിക്കലും ഹോട്ടൽ റൂംസിൻ്റെ റേറ്റ് ഫിക്സ്ഡ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ദി കോസ്റ്റ് ഓർ ദി വാല്യൂ. നമ്മൾക്ക് ഒരു ഹോട്ടൽ റൂം എത്ര വാല്യൂ തരുന്നോ എന്നുവെച്ചാൽ കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ എത്ര തരുന്നോ, അതേപോലെ അവർക്ക് ആ റൂം ഉണ്ടാക്കാൻ എത്ര ചാർജ് ആയിരുന്നു, ഇതൊന്നും കൺസിഡർ ചെയ്തിട്ടല്ല അവർ ചാർജ് ഫിക്സ് ചെയ്യുന്നത്. ഹോട്ടൽ റൂംസിന് സീസൺ ടൈമിലാണെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവൽ ടൈമിലാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് ഹയർ ചാർജ്. But if it is during the off season, it will be having lower charge. So always if the price of a product or service is related to the demand of those product or service, then we can call it as a demand oriented pricing policy. So this is called demand oriented, but we don't want to know much of the difference or any kind of disadvantage. Sometimes we can see that during season time, ഇപ്പോൾ തന്നെ കൊറോണ വന്ന കാരണം ഇപ്പോൾ ഹോട്ടൽസിനൊന്നും ടൂറിസ്റ്റ് പ്ലേസുകൾ അതേപോലെ ഹോട്ടൽസിനൊന്നും റവന്യൂ ഇല്ല. അതെന്താ? അവരെല്ലാം ഡിമാൻഡ് ബേസ്ഡ് ആണ്, ആൾക്കാരൊന്നും ചെല്ലുന്നില്ല. അപ്പോൾ പീക്ക് സീസണിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും ഡിമാൻഡ് ബേസ്ഡിൽ. പക്ഷെ അല്ലാത്ത സമയത്ത് ലോസ് ആവാം. ഇതാണ് ഇതിൻ്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ദി ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി. നെക്സ്റ്റ് വൺ ഇസ് ദ കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി. കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബാക്കി കോമ്പറ്റീറ്റീവ് ഫേംസിന് എന്തെല്ലാം പ്രൈസ് ആണോ ഫിക്സ് ചെയ്യുന്നത്, ദാറ്റ് വി വിൽ ചെക്ക്. വി വിൽ എക്സാമിൻ ദ പ്രൈസസ് ഓഫ് ദ കോമ്പറ്റീറ്റീവ് ഫേംസ് ആൻഡ് വി വിൽ സെറ്റ് ദ പ്രൈസ് ഫോർ അവർ പ്രൊഡക്റ്റ്. നമ്മളുടെ പ്രൊഡക്റ്റിന് അവർക്ക് എത്രത്തോളം പ്രൈസാണ്, അവരെത്രത്തോളമാണ് അവരുടെ പ്രൊഡക്റ്റിന് പ്രൈസ് വയ്ക്കുന്നത്, അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യുന്നതിനാണ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി എന്ന് പറയുന്നത്. ഫോർ വിച്ച് ഫസ്റ്റ് വി വോണ്ട് ടു ഐഡൻറ്റിഫൈ ദ കോമ്പറ്റീറ്റീവ് ഫേംസ്. നമുക്ക് ഒത്തു നിൽക്കുന്ന നമ്മുടെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഫേം ആരാണെന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പിന്നെ അവരുടെ സർവീസും പ്രൊഡക്ട്സും നമ്മൾ ശ്രദ്ധിക്കണം. വാട്ട് ഇഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ദേ ആർ പ്രൊവൈഡിങ് ഈസ് അപ് ടു മാർക്ക് വിത്ത് അസ്. നമ്മളെക്കാളും നല്ല പ്രൊഡക്റ്റ് ആണോ, അത് നമ്മളെയൊക്കെ പോലെയാണോ, അതോ നമ്മളെക്കാളും ലോ വാല്യൂ പ്രൊഡക്റ്റ് ആണോ, ദാറ്റ് വി വോണ്ട് ടു ഐഡൻറ്റിഫൈ. ദെൻ we want to know what is our competitive advantage. നമുക്ക് അവരിലേക്കാളും കൂടുതലായിട്ട് നമുക്ക് എന്താണുള്ളത്. ഇഫ് വി ആർ ഹാവിങ് സം യുണീക്നെസ് അതർ ദാൻ ദോസ് കോമ്പറ്റീറ്റർ, വി ക്യാൻ ഫിക്സ് ഹയർ ചാർജ്. ഇപ്പോൾ നമ്മൾ വേറൊരു ഹോട്ടൽ റൂം തന്നെയാണ് ബുക്ക് ചെയ്യുന്നതെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ ബാക്കി ഹോട്ടൽസ് എല്ലാം നോക്കി അവിടെ AC ഒന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് ടൂറിസ്റ്റ് ഡ്രൈവർ ഉണ്ടാവാം, ചിലപ്പോൾ അവർക്ക് ടൂറിസ്റ്റ് ഡ്രൈവർ ഇല്ല. In that case, we can charge a little more price and say that we are providing these much services to you. ഇപ്പോൾ റൂമിൽ വൈഫൈ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നമ്മളെങ്കിൽ, we can say that room Wi-Fi is there, room AC is there, so the charge is little more than the other. Like that, considering the competing firm or the competing company, we can fix the price higher or lower. ഇനി അവരുടെ അത്ര സർവീസസ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോവർ പ്രൈസ് വയ്ക്കും. എന്നിട്ട് പറയും ഞങ്ങൾക്ക് ഇത്രയും ചാർജ് കുറവാണ്, അപ്പം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ പ്രൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കുന്നത്, ഒരു കോമ്പറ്റീറ്ററിനെ ബേസ് ചെയ്ത് മാറ്റി വയ്ക്കുന്നതിനാണ് കോമ്പറ്റീറ്റർ ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി എന്ന് പറയുന്നത്.
ഈ കോമ്പറ്റേറ്റീവ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസിയുടെ ടൈപ്സ് ആണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ പ്രൈസ് ലീഡർഷിപ്പ്, ഗോയിങ് റേറ്റ് ഓർ ഫോളോ ദ ക്രൗഡ് പ്രൈസിംഗ്, സീൽഡ് ബിഡ് പ്രൈസിംഗ് ആൻഡ് പ്രിഡേറ്ററി പ്രൈസിംഗ്. ഇതിൻ്റെ വേർഡ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ഡോമിനൻ്റ് അല്ലെങ്കിൽ ഒരു ലീഡർ ഉണ്ടാവും ആ ഇൻഡസ്ട്രിയിൽ. അവരെത്രയാണോ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. സോ ഒരാൾക്കാരായിരിക്കും, ഒരു ഫേം ആയിരിക്കും ലീഡർഷിപ്പ് എടുക്കുന്നത്. അവർ കൂട്ടുകയാണ് പ്രൈസിങ്ങിൽ, നമ്മളും കൂട്ടും. ഇഫ് ദേ ആർ ലോവറിങ് ദ പ്രൈസ് ദെൻ വി വിൽ ഓൾസോ ലോവർ ദ പ്രൈസ്. ദിസ് ഇസ് മെയിൻലി സീൻ ഇൻ ദ ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. ഒരേപോലത്തെ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ അല്ലെങ്കിൽ ഒരേപോലത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ, അതേപോലെ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ്, പ്രൈസ് കൂടിയാൽ വാങ്ങാത്ത ആൾക്കാർ അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞാൽ വാങ്ങാത്ത ആൾക്കാർ, അങ്ങനെ ഭയങ്കര പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉള്ളിടത്തൊക്കെയാണ് നമ്മൾ പ്രൈസ് ലീഡർഷിപ്പ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതെപ്പോഴും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരിക്കലും പ്രൈസ് വാർസ് ഉണ്ടാവില്ല. ഒരാൾ ചെയ്യുന്നതിന് ലീഡർഷിപ്പ് എടുത്ത് ബാക്കി എല്ലാവരും അതേപോലെ മൂവ് ചെയ്യുമായിരിക്കും. ഒരാൾ ഹൈ പ്രൈസ് വെക്കുമ്പോൾ നമ്മൾ ഒരിക്കലും വളരെ ലോ പ്രൈസ് വെക്കത്തില്ല. അങ്ങനെ വെക്കുമ്പോൾ ആ പ്രൈസ് വാർസ് ഉണ്ടാവുന്നത് കസ്റ്റമേഴ്സിന് തന്നെ ഡൗട്ടാവും, ഇത് എവിടോട്ട് പോകണമെന്നുള്ള പ്രൈസ് വാർസ് ഉണ്ടാവും. അങ്ങനെ ഒരു കാര്യം ഒരു പ്രൈസ് ലീഡർഷിപ്പിൽ നടക്കില്ല. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓർ ദി അഡ്വാൻറ്റേജ് ഓഫ് ഹാവിങ് എ പ്രൈസ് ലീഡർഷിപ്പ്. അപ്പോൾ കോമ്പറ്റീറ്റർ ഓറിയൻറ്റഡ് പ്രൈസിംഗിലെ ഫസ്റ്റ് വൺ ആണ് പ്രൈസ് ലീഡർഷിപ്പ്, ഇൻ വിച്ച് വി വിൽ ഫോളോ എ പ്രൈസ് ഫിക്സ്ഡ് ബൈ ദി ലീഡിംഗ് ഫേം ആൻഡ് there will be no price wars in this condition. Okay, any change in the price of one firm will affect the other firm also. This is the price leadership. Second one is a going rate അല്ലെങ്കിൽ follow the crowd pricing എന്ന് പറയും. ഗോയിങ് റേറ്റ് നമ്മൾ കമ്പനീസ് ഫിക്സ് ചെയ്യും പ്രൈസ്, പ്രിവെയിലിംഗ് മാർക്കറ്റിൽ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും. ഇതൊരു ഹോമോജീനിയസ് പ്രൊഡക്റ്റിലായിരിക്കുമ്പോൾ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന രീതിയിൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ പ്രൈസും അടുത്ത പ്രൊഡ്യൂസറിൻ്റെ പ്രൈസും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇത് ഈ അലൂമിനിയം അല്ലെങ്കിൽ സ്റ്റീൽ കമ്പനികളിലെ അവരെല്ലാം ഈ ഗോയിങ് റേറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഫോളോ ദ ക്രൗഡ് പ്രൈസിങ്, ഫോളോ ദ ക്രൗഡ്, എല്ലാവരും എന്ത് ചെയ്യുന്നു അതിനനുസരിച്ച് ചെയ്യുന്നു എന്ന രീതി. ചിലപ്പോൾ അത് ഡിമാൻഡിനെ ബേസ് ചെയ്തായിരിക്കാം. കോമ്പറ്റീഷനിലെ ഡിമാൻഡ് എന്ന് കൂടുതൽ പറയാൻ പറ്റില്ല. അപ്പോൾ കോമ്പറ്റീറ്ററിലെ ബാക്കി കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു അതേപോലെയൊക്കെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു. ഇപ്പോൾ അലൂമിനിയം, സ്റ്റീൽ അങ്ങനത്തെ മാനുഫാക്ചേഴ്സ് എല്ലാം എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ഗോയിങ് റേറ്റ് മെത്തേഡാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. പ്രൈസ് ലീഡർഷിപ്പിൽ ഒരു ലീഡറുണ്ട്. ഇവിടെ ഒരു പ്രത്യേകിച്ചൊരു ലീഡറൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഫോളോ ചെയ്യുന്നതിന് നമ്മൾ ഫോളോ ചെയ്യുന്നു, ഫോളോ ദ ക്രൗഡ്. So that is the second type of competitor oriented pricing, that is going rate or the follow the crowd pricing. Third one is a sealed bid pricing. Sealed bid, ആ വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്തോ ഇൻവൈറ്റ് ചെയ്യുന്ന കൊട്ടേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. സീൽഡ് ബിഡ്, അടച്ചുപൂട്ടി ഒരു ബിഡിനെ ബേസ് ചെയ്ത്. ഇതൊരു ബെസ്റ്റ് കോമ്പറ്റീറ്റീവ് മെത്തേഡാണ്. അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കൊട്ടേഷൻസ് ആർ ഇൻവൈറ്റഡ് ഫ്രം ദി സപ്ലയേഴ്സ് ആൻഡ് എ കൊട്ടേഷൻ വിത്ത് ലോവർ പ്രൈസ് വിൽ ബി അക്സെപ്റ്റഡ്. ഇപ്പോൾ ഗവൺമെൻറ് ടെൻഡേഴ്സ് എല്ലാം തരും. ഇപ്പോൾ ഒരു പാലം പണിയണം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയണം ഗവൺമെൻറ്റിനെങ്കിൽ ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ടെൻഡർ ഇറക്കും, ഒരു കൊട്ടേഷൻ ഇറക്കും. കൊട്ടേഷനിൽ ആൾക്കാർ കുറേ കൊട്ടേഷൻസിന് കോൺട്രാക്ടേഴ്സ് അപ്ലൈ ചെയ്യും. സോ സപ്ലയേഴ്സ് വിൽ അപ്ലൈ. അപ്പം നമ്മളതിൽ നിന്ന് എന്ത് ചെയ്യും, ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ആരാണോ ആ പാലം പണിയുക അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയുക, നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള പ്രൈസിൽ ആരാണോ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്, ദാറ്റ് വിൽ ബി ടേക്കൺ അപ്പ് ബൈ ദി ഗവൺമെൻറ്. അങ്ങനെ അത് സീൽഡ് ബിഡാണ്, ഒരിക്കലും ഓപ്പണായി നിന്നിട്ട് വില വീശി ഒരു ഓപ്ഷൻ പോലെയൊന്നുമല്ല. എല്ലാവരും കൊട്ടേഷൻസ് ആയിരിക്കും, അത് തുറന്നു നോക്കിയിട്ട് ഏറ്റവും ലോ പ്രൈസിലുള്ളത് ഫിക്സ് ചെയ്യുന്നു. അതേപോലെ തന്നെ ചെയ്യുന്നതിനെയാണ് സീൽഡ് ബിഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇത് കൂടുതലും ചെയ്യുന്ന ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്നിടത്ത്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള ഗുഡ്സ് അല്ലേ. ഇപ്പോൾ സിമെൻറ്റ് പർച്ചേസ് ചെയ്യുന്നു അല്ലെങ്കിൽ മെഷീൻസ് പർച്ചേസ് ചെയ്യുന്നു ഫോർ ദി കൺസ്ട്രക്ഷൻ ഓർ ദി പ്രിപ്പറേഷൻ മാനുഫാക്ചർ ഓഫ് എനി അതർ പ്രൊഡക്റ്റ്. അങ്ങനത്തെ മെഷീൻസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ദെൻ B2B ട്രാൻസാക്ഷൻ, ബിസിനസ് ടു ബിസിനസ്, അത് ഈ ക്യാപിറ്റൽ ഗുഡ്സിൻ്റെ പോലെ ബിസിനസ് ടു ബിസിനസ് ആയിട്ടുള്ള ട്രാൻസാക്ഷനിൽ ഗവൺമെൻറ് ഏജൻസിയിൽ ഇതിലെല്ലാം ആണ് നമ്മൾ സീൽഡ് ബിഡ് pricing അഡോപ്റ്റ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എ തേർഡ് ടൈപ്പ് ഓഫ് പ്രൈസിങ്. ഫോർത്ത് വൺ ഇസ് എ പ്രിഡേറ്ററി പ്രൈസിങ്. പ്രിഡേറ്ററി പ്രൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ലോ പ്രൈസിൽ നമ്മൾ ഫിക്സ് ചെയ്യും. ബിക്കോസ് വി വോണ്ട് ടു എലിമിനേറ്റ് ദ കോമ്പറ്റീഷൻ. ഞങ്ങൾക്ക് നഷ്ടമുണ്ടായാലും കുഴപ്പമില്ല, ബാക്കിയുള്ളവർ നന്നാവരുത് എന്ന രീതിയിലൊരു ചിന്ത. ഇതാണ് പ്രിഡേറ്ററി പ്രൈസിങ്ങിൽ വരുന്നത്. പക്ഷെ നമ്മൾ വളരെ ലോ പ്രൈസിൽ അങ്ങ് ഫിക്സ് ചെയ്യുമ്പോൾ കോമ്പറ്റീറ്റർ ഫേംസിന് നിൽക്കാൻ പറ്റത്തില്ല. ദേ വിൽ ജസ്റ്റ് എലിമിനേറ്റ്. അപ്പോൾ പ്രിഡേറ്റർ എന്ന് പറയുമ്പോൾ
നമ്മൾ വളരെ കുറച്ച് പ്രൈസ് വെച്ചിട്ട് മിക്കവാറും ഒരു ലീഡർ ആയിരിക്കും, മാർക്കറ്റ് ലീഡേഴ്സ് ആയിരിക്കും, അവർക്ക് അത്രയും ഇപ്പോൾ പ്രോഫിറ്റ് വേണമെന്നൊന്നുമില്ല. സോ ദേ വിൽ ഫിക്സ് ദ പ്രൈസ് ഇറ്റ് വെരി ലോ സോ ദാറ്റ് അതർ കോമ്പറ്റീറ്റേഴ്സ് വിൽ ലീവ് ദ മാർക്കറ്റ്. അവർ മാർക്കറ്റിൽ കയറുമോ അവർ പ്രൈസ് ഫിക്സ് ഒന്നും ചെയ്യത്തില്ല. സോ ദാറ്റ് ഈസ് ദ കണ്ടീഷൻ ഇൻ എ പ്രിഡേറ്ററി പ്രൈസിങ്. അപ്പോൾ എപ്പോഴും പ്രൈസ് കട്ട്സ് ഉണ്ടാവും, വളരെ കുറവ് പ്രൈസല്ലേ കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ളപ്പോഴാണ് കോമ്പറ്റീറ്റേഴ്സ് പോകുന്നത്. പക്ഷേ ഭാവിയിൽ ദേ ക്യാൻ ഗെയിൻ, പതുക്കെ ഒക്കെ പ്രൈസ് കൂട്ടി വരാം. ഇതാണ് പ്രിഡേറ്ററി പ്രൈസിംഗ് എന്ന് പറയുന്നത്. പ്രിഡേറ്ററി അല്ലെങ്കിൽ പെൻട്രേഷൻ പ്രൈസിംഗ് എല്ലാമാണ് നമ്മുടെ റിലയൻസ് ജിയോ ഒക്കെ അഡോപ്റ്റ് ചെയ്തത്. റിലയൻസ് ജിയോ ചെയ്തത് വളരെ ലോ പ്രൈസ് അല്ലെങ്കിൽ സീറോ കോസ്റ്റിലായിരുന്നു നമുക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ എന്ത് പറ്റി, ബാക്കി എല്ലാ കോമ്പറ്റീറ്റേഴ്സും താന്നുപോയി. ഓൺലി ജിയോ വാസ് ഗെറ്റിംഗ് ദ മാക്സിമം കസ്റ്റമേഴ്സ്. പക്ഷേ ആദ്യം അവർക്ക് അത്രയും കസ്റ്റമർ ബേസ് ഉണ്ടാക്കിയതുകൊണ്ട് ഭാവിയിൽ അവർ പതുക്കെ പ്രൈസ് കൂട്ടിയിട്ടും നമ്മൾ സ്റ്റിൽ വി ആർ സ്റ്റിക്കിംഗ് ഓൺ ടു ദ ജിയോ. സോ ദാറ്റ് ഈസ് ദ type called the predatory pricing. So we have discussed the 4 types of competition oriented pricing, that is price leadership, going rate pricing, seal bid pricing, predatory pricing. So these are the 4 types. Next we want to see, അപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് പറഞ്ഞു, ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് പറഞ്ഞു. Now we want to study what are the merits and demerits of competition oriented pricing. What are the major merits of competition oriented pricing? ഏറ്റവും നല്ല മെറിറ്റ് എന്തായിരിക്കും? എപ്പോഴും ഒരു പുതിയ പ്രൊഡക്റ്റ് വരുന്നത്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ കേസ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് വരുമ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ പ്രൈസിംഗ് ആണ് അഡ്വാൻറ്റേജസ് ആവുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് മെറിറ്റ്. സെക്കൻഡ്, ഇറ്റ് അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ദ കസ്റ്റമേഴ്സിനെ എപ്പോഴും അട്രാക്ട് ചെയ്യാനും റീറ്റെയിൻ ചെയ്യാനും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട മെത്തേഡ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിംഗ് ആണ്. കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിംഗ് ഇറ്റ് ഈസ് എ ഈസിയർ മെത്തേഡ്. നമ്മൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. നമ്മുടെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഡിമാൻഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന, ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നു അതങ്ങ് ഫോളോ ചെയ്താൽ മതി. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്താണ് ചെയ്യുന്നത് അത് ഫോളോ ചെയ്യുക. സോ ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് മെത്തേഡ്. സോ ദാറ്റ് ഈസ് ദ അനദർ വൺ. കൂടുതലും സെല്ലേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നതും നമുക്ക് അറിയാം ഈ ഒരു കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിംഗ് ആണ്. ബാക്കി പ്രൊഡക്റ്റ് അതേ ടൈപ്പ് സിമിലർ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്കാർ എത്ര പ്രൈസ് വയ്ക്കുന്നു അതിനെ പോലെ. And the fourth advantage is keeps price close to the market sentiments. മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സിനനുസരിച്ചായിരിക്കും. കോമ്പറ്റീറ്റിംഗ് ഫേംസ് എപ്പോഴും ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിമാൻഡ് നോക്കിയിട്ടും കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസ് ഒക്കെ നോക്കിയിട്ടാണ്. സോ അത് തന്നെ ഫോളോ ചെയ്യുമ്പോൾ അത് മാർക്കറ്റിൻ്റെ ആ സ്വഭാവം മനസ്സിലാക്കിയിട്ടായിരിക്കും, മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കിയിട്ടുള്ള പ്രൈസിങ് മെത്തേഡാണ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഇറ്റ് കൺട്രോൾസ് ദ കോമ്പറ്റീഷൻ വളരെ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഒരു പ്രിഡേറ്ററി പോളിസിയൊക്കെ നമുക്ക് അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കോമ്പറ്റീഷൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാം. നമുക്ക് ആദ്യം കുറച്ച് നഷ്ടം ഉണ്ടാവുമെങ്കിലും ഭാവിയിൽ നമുക്ക് ഗെയിൻ ചെയ്യാനൊരു സാധ്യതയുണ്ട് ഇൻ പ്രിഡേറ്ററി പ്രൈസിങ്. സോ ദീസ് ആർ ദ മേജർ അഡ്വാൻറ്റേജസ് ഓർ ദ മെറിറ്റ്സ് ഓഫ് ഹാവിങ് എ കോമ്പറ്റീറ്റർ oriented pricing or competition oriented pricing. What are they? It is useful in case of new product. It helps to retain and attract new customers. It is a easier method. So just we want to copy what the others do, what the other competitors do. Then it keeps the price close to this market sentiments. മാർക്കറ്റിൻ്റെ ഡിമാൻഡും കസ്റ്റമറിൻ്റെ പ്രിഫറൻസും എല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കൺട്രോൾസ് കോമ്പറ്റീഷൻ ഇഫ് യു ആർ അഡോപ്റ്റിംഗ് മെത്തേഡ്സ് ലൈക്ക് ദ പ്രിഡേറ്ററി പ്രൈസിംഗ് മെത്തേഡ്. പ്രിഡേറ്ററി പ്രൈസിംഗ് അല്ലെങ്കിൽ സീൽ ബിഡ് പ്രൈസിങ്ങിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ വളരെ രീതിയിൽ കുറയ്ക്കാനുള്ള ഒരു ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ്ങിൽ. സിമിലർലി ഇത്രയും മെറിറ്റ്സ് ഉണ്ടെങ്കിലും ദർ ആർ സം ഡിമെറിറ്റ്സ് ഓഫ് ദിസ് ഓറിയൻറ്റഡ്, ദാറ്റ് ഈസ് കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിംഗ്. വാട്ട് ആർ ദ മേജർ ഡിമെറിറ്റ്സ്? ഫസ്റ്റ് വൺ ഇസ് ഇറ്റ് ഇഗ്നോർസ് ദ കോസ്റ്റ് എലമെൻറ്റ്. കോസ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് നോക്കുന്നേ ഇല്ല. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിങ്ങിലാണ് നമ്മൾ കോസ്റ്റ് നോക്കുന്നത്. കോമ്പറ്റീഷൻ ബേസ്ഡിൽ കോസ്റ്റ് നോക്കുന്നേ ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക, നമുക്ക് ചിലപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് വളരെയധികം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് ചിലപ്പോൾ ഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇൻ എ ലോങ് റൺ സംടൈംസ് വി ക്യാൻ ഗെയിൻ ഇറ്റ്, പക്ഷേ ഷോർട്ട് റണ്ണിൽ നമുക്കൊരു പ്രോഫിറ്റ് ഉണ്ടാവില്ല, ബിക്കോസ് ആസ് ഇറ്റ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. That is the first demerit. Second one is the major marketing efforts required. കോമ്പറ്റീറ്റേഴ്സിൻ്റെ കാര്യങ്ങൾ അറിയണം. അപ്പം കോമ്പറ്റീറ്റേഴ്സ് എപ്പോഴും ഒരു സെയിം പ്രൈസ് തന്നെ നമ്മൾ ഫിക്സ് ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ ആ കുറേ എഫേർട്ട് വേണ്ടി വരും. കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു, അവരെന്തുകൊണ്ടാണ് ഇത്തരം പ്രൈസിൽ ഫിക്സ് ചെയ്യുന്നത്, അവരുടെ ക്വാളിറ്റി കുറഞ്ഞിട്ടാണോ എന്ന രീതി കുറേ മാർക്കറ്റിംഗ് എഫേർട്സ് ആവശ്യം വരും. ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഡിമെറിറ്റ്. തേർഡ് വൺ ഇസ് ഇറ്റ് റെഡ്യൂസ് ദ പ്രോഫിറ്റ്സ്.
കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടല്ല. അപ്പം നമ്മൾ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റിനേക്കാളും കൂടിയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കോസ്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ ഫിക്സ് ചെയ്യാതെ കോമ്പറ്റീറ്ററിനെ ബേസ് ഫിക്സ് ചെയ്യുമ്പോൾ sometimes we won't gain any kind of profit from it. That is, it reduces the profit. You can't set an ideal price on due to excessive price cuts quality basis. നമുക്ക് ഇപ്പോൾ നമ്മുടെ ക്വാളിറ്റി നല്ലതാണെന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് പ്രൈസ് കൂട്ടാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ quality products ആണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് than the competitors. But we can't say that we have having this much quality products, so the price is high. എന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല in a competitor based pricing method. അതിൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു അത് തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. സോ we may have to compromise our quality too. ചിലപ്പോൾ നമ്മൾ ക്വാളിറ്റി തന്നെ കുറച്ച് വിൽക്കേണ്ടി വരും. That is another demerit. That it creates doubts on quality. എന്ന് വെച്ചാൽ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ്, പക്ഷേ ഒരു ലോ പ്രൈസിൽ കൊടുക്കേണ്ടി വരുന്നു. കോമ്പറ്റീറ്റേഴ്സ് അത്രയും പ്രൈസിലായതുകൊണ്ട് നമ്മളും കൊടുക്കേണ്ടി വരുന്നു. അപ്പം നമ്മുടെ ക്വാളിറ്റിയും തെറ്റിദ്ധരിക്കപ്പെടാം. നമ്മുടെ ക്വാളിറ്റി പ്രൊഡക്ട്സ് അല്ല എന്നൊരു ചിന്ത കസ്റ്റമേഴ്സിന് തോന്നാനും ഒരു chance ഉണ്ട്. That is the another demerit. So what are they? It ignores the cost element. It is a major, there requires major marketing efforts to understand why those customers or the competitors are fixing those much rates. Then it reduces the profit at a short run. Short run നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവില്ല. Sometimes in the long run we can get profits. Then it can't set an ideal price due to the excessive price cut quality basis. നമുക്ക് ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് ഒരിക്കലും പ്രൈസ് കട്ട്സ് അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. Then it creates the doubts on ക്വാളിറ്റി. നമ്മുടെ ക്വാളിറ്റി എത്ര നല്ലതാണെങ്കിലും നമ്മുടെ പ്രൈസ് ഇപ്പോൾ കുറവാണെങ്കിൽ കസ്റ്റമേഴ്സിന് ഓട്ടോമാറ്റിക്കലി പ്രൈസ് കുറഞ്ഞ കാര്യത്തിന് ക്വാളിറ്റി ഇല്ല എന്നൊരു ചിന്തയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ദീസ് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് ഹാവിങ് എ or adopting a competitor or competition oriented pricing. So we have discussed what is demand oriented pricing, what is competition oriented pricing, what are the different type of competition oriented pricing, what are they? Price leadership, going rate, sale bid and predatory pricing. Then we have discussed the merits and also the demerits of competitor oriented pricing. അപ്പോൾ നമ്മളുടെ പ്രൈസിങ് പോളിസിയിൽ 4 പ്രൈസിങ് പോളിസീസും പഠിച്ചു. കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്, വാല്യൂ ബേസ്ഡ് ഓറിയൻറ്റഡ് പ്രൈസിങ്, ഡിമാൻഡ് ഓറിയൻറ്റഡ് പ്രൈസിങ്ങും കോമ്പറ്റീഷൻ ഓറിയൻറ്റഡ് പ്രൈസിങ്ങും 4 പഠിച്ചു. നൗ യു വോണ്ട് ടു സീ വാട്ട് ആർ ദ സ്ട്രാറ്റജി. ഇത് പോളിസീസ് ആണ്. ഇതെല്ലാം ഈ 4 നമ്മൾ പറഞ്ഞത് പോളിസീസ് ആണ്. അതിനുള്ളിൽ നമ്മൾ ക്ലാസിഫിക്കേഷനും പറഞ്ഞു. കോസ്റ്റിൽ പറഞ്ഞു, വാല്യൂവിലും അതേപോലെ കോമ്പറ്റീഷനിലും പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കുന്ന പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണ്. എന്തെല്ലാമാണ് പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഒരു പ്ലാനാണ്. അപ്പോൾ എന്തെല്ലാം പ്ലാനിലൂടെയാണ് നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്ത് നമുക്ക് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും ടു റീച്ച് അവർ മാർക്കറ്റ് ടാർജറ്റ്. നമ്മുടെ ഓർഗനൈസേഷനൊക്കെ ഒരു ടാർജറ്റ് ഉണ്ടാവും. അത് മീറ്റ് ചെയ്യാൻ നമ്മൾ എങ്ങനെ വേണം ഓരോ പ്രൈസിങ് മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു പ്ലാനാണ് പ്രൈസിങ് സ്ട്രാറ്റജി. ഇപ്പോൾ പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 6 types are there and extra some other pricing policies are or pricing strategies are also there. പ്രൈസിങ് പോളിസി എന്ന് പറയുമ്പോൾ 4 ടൈപ്സ് ഉള്ളത്. പ്രൈസിങ് സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ 6 ഉണ്ട്. അതിൽ ഓരോന്നിലും പല മെത്തേഡ്സ് ഉണ്ട്. സോ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് ദ ന്യൂ പ്രൊഡക്റ്റ് പ്രൈസിങ് സ്ട്രാറ്റജി. ഇപ്പോൾ എന്തെല്ലാം ടൈപ്പാണ്? ഒരു ന്യൂ പ്രൊഡക്റ്റിന് നമുക്ക് പ്രൈസിങ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യാം. പ്രൊഡക്റ്റ് ലൈനുകൾക്ക് പ്രൈസിങ് സ്ട്രാറ്റജി ഉണ്ട്. അതേപോലെ സൈക്കോളജിക്കൽ പ്രൈസിങ് സ്ട്രാറ്റജീസ് അതെ, പ്രൊമോഷണൽ പ്രൈസിങ് സ്ട്രാറ്റജി, ഡിഫറൻഷ്യൽ പ്രൈസിങ് സ്ട്രാറ്റജി, പ്രൈസ് അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ആൻഡ് ഓൾ സം അതർ strategies. So first we will discuss new product pricing strategy. നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുകയാണ്. അങ്ങനെയുള്ള പ്രൊഡക്റ്റിന് നമ്മൾ എന്ത് രീതിയിലുള്ള പ്രൈസിങ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യണം? സോ നമ്മൾ ഒരു ന്യൂ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമ്മൾ അറ്റ്മോസ്റ്റ് കെയർ ആയിരിക്കണം. നമ്മുടെ പ്രൊഡക്റ്റിന് വളരെയധികം കോസ്റ്റ് ചിലപ്പോൾ ഫിക്സ് ചെയ്താൽ പ്രൊഡക്റ്റ് റീച്ച് ആവില്ല കസ്റ്റമേഴ്സിൽ. വളരെ കുറവ് കോസ്റ്റ് വെച്ചാലും ചിലപ്പോൾ റീച്ച് ആവത്തില്ല. അപ്പോൾ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ന്യൂ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നത്, ഏതെല്ലാം സ്ട്രാറ്റജീസ് ആണ് അഡോപ്റ്റ് ചെയ്യേണ്ടത്? നോർമലി or mainly there are 2 types of new product pricing strategy. What are they? Price skimming and price penetration pricing. ഈ 2 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്കിത് എവിടെ ഈ ഡിഗ്രി ടൈം മാത്രമല്ല PGക്കും ഒക്കെ ആവശ്യം വരുന്ന ഒരു കാര്യമായിരിക്കും. പ്രൈസ് സ്കിമ്മിങ് ആൻഡ് ഓൾസോ പെനട്രേഷൻ പ്രൈസിങ്. ഓക്കെ, അതിലെ പ്രൈസ് സ്കിമ്മിങ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കിം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രീം എന്നുള്ള കൺസെപ്റ്റിൽ പറയാം. പാലിൻ്റെ മുകളിലത്തെ ക്രീമില്ലേ, ക്രീമി ലെയർ, അതുപോലെ അതിനെയാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ
ഈ ഫേംസ് എന്ത് ചെയ്യും, വളരെ ഹൈ പ്രൈസിലായിരിക്കും ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടൈമിൽ തന്നെ ഹൈ പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ബൈ ദ ടൈം, ഓവർ ദ ടൈം വി വിൽ റെഡ്യൂസ് ദ പ്രൈസ്. ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നതിനെയാണ് പ്രൈസ് സ്കിമ്മിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വി വിൽ ഫിക്സ് എ പ്രൈസ് അറ്റ് എ ഹയർ റേഞ്ച്, ദെൻ വി വിൽ ലോവർ ഇറ്റ് ടു എ സ്മോളർ വൺ. നമ്മൾ പതുക്കെ ലോവർ ചെയ്ത് ചെറുതാക്കി കൊണ്ടുവരും. ദാറ്റ് ഈസ് കോൾഡ് ദ പ്രൈസ് സ്കിമ്മിംഗ്. അപ്പോൾ skim of in which we want, the major objective of this price skimming is to skim off customers who are ready to pay more to acquire the product. ആ പ്രൊഡക്റ്റ് വാങ്ങാൻ എത്ര വേണമെങ്കിലും തരാം എന്നുള്ള കസ്റ്റമേഴ്സ് ഇല്ലേ, അവരെ അട്രാക്റ്റ് ചെയ്യാൻ, അവരെ സ്കിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈസ് സ്കിമ്മിങ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്യുന്നത്. ഇൻ വിച്ച് നമുക്ക് എന്താ ഗുണം ഉണ്ടാവുക, ഹൈ പ്രൈസിൽ പെട്ടെന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ, ഷോർട്ട് ടേമിൽ തന്നെ പ്രോഫിറ്റ് റീച്ച് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും പ്രൈസ് സ്കിമ്മിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ദിസ് ഇസ് എ മെത്തേഡ് ഇൻ വിച്ച് ദ ഫേംസ് വിൽ ചാർജ് ഹൈ പ്രൈസ് ഫോർ ദി പ്രൊഡക്റ്റ് അറ്റ് ദ ടൈം ഓഫ് ഇൻട്രൊഡക്ഷൻ ആൻഡ് ദെൻ ലോവർ ദ പ്രൈസ് ഓവർ ദി ടൈം. The main objective is to skim off the customers who are ready to pay anything for those products, and within a short time we will reach high price and also profit. These are the advantage. Competition, but കോമ്പറ്റീഷൻ കൂടി വരുമല്ലോ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതേപോലെ വേറെ പ്രൊഡക്റ്റുള്ള കോമ്പറ്റീഷൻ കൂടി വരുമ്പോൾ നമ്മൾ പതുക്കെ എന്ത് ചെയ്യും, പ്രൈസ് കുറയ്ക്കും. ദാറ്റ് ഇസ് ആസ് എ കോമ്പറ്റീഷൻ ഇൻക്രീസസ് വി വിൽ റിഡ്യൂസ് ദ പ്രൈസ്. സോ ഫസ്റ്റ് ടൈം ഇറ്റ് വിൽ ബി ദ ഹയസ്റ്റ് പ്രൈസ്, ദെൻ ഇറ്റ് വിൽ ബി ലോവർ. ദിസ് ഇസ് കോൾഡ് പ്രൈസ് സ്കിമ്മിംഗ് മെത്തേഡ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രൈസിങ് ഈസ് എ പെനട്രേഷൻ പ്രൈസിങ്. പെനട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തുളഞ്ഞ് കയറുക എന്നുള്ളതാണ്. ഇപ്പോൾ തുളഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും കയറണമെങ്കിൽ എന്തായിരിക്കും, നമ്മൾ വളരെ ചെറുതായിരിക്കണം. സോ ദ ഫേം വിൽ ചാർജ് വെരി ലോ പ്രൈസ് for the products compared to the competitors in order to gain the market. കോമ്പറ്റീറ്റേഴ്സ് ഉള്ളൊരു മാർക്കറ്റിലേക്ക് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് വരികയാണ്. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ പ്രൈസിൽ അങ്ങോട്ട് ഇടിച്ച് കയറും, തുളഞ്ഞ് കയറുന്നു. അതിനെയാണ് പെൻട്രേഷൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വി വിൽ ഫിക്സ് ചാർജസ് അറ്റ് വെരി ലോ ആൻഡ് എൻ്റർ ഇൻ ടു ദ മാർക്കറ്റ്. വൺസ് ഇറ്റ് ഇസ് അച്ചീവ്ഡ്, എന്നിട്ട് മാർക്കറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, മാർക്കറ്റിൽ നമുക്കൊരു പൊസിഷൻ കിട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യും, പതുക്കെ നമ്മൾ പ്രൈസ് കൂട്ടും. ആസ് ഐ സെഡ് അബൌട്ട് ദി ജിയോ, റിലയൻസ് ജിയോയുടെ നെറ്റ്വർക്ക്, നമ്മുടെ ജിയോ മോഡമില്ലേ കുഞ്ഞ്, അതിൽ അവർ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് പെനട്രേഷൻ പ്രൈസിംഗ് ആണ്. അവർ ആദ്യം വളരെ ലോ പ്രൈസ് അല്ലെങ്കിൽ സീറോ പ്രൈസിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്തു കസ്റ്റമേഴ്സിന്. ലേറ്റർ ദേ ഗ്രാജുവലി ഇൻക്രീസ് ദ പ്രൈസസ്. നൗ ഇറ്റ്സ് ഹാവ് റീച്ച് ദ അതർ കോമ്പറ്റീറ്റേഴ്സ്. ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ അതേ റേറ്റിലേക്ക് അവർ എത്തിയിട്ടുണ്ട്, വളരെ വ്യത്യാസങ്ങളൊന്നുമില്ല. ബട്ട് ദാറ്റ് മെത്തേഡ് ഇസ് കോൾഡ് പെനട്രേഷൻ പ്രൈസിങ്. ഇത് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ്, പ്രൈസ് കുറവാണെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങും, അങ്ങനെയുള്ള ചില മാർക്കറ്റുകളുണ്ടാവും. അവിടെയാണ് ഇത് വളരെ ഫേവറബിൾ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് കോസ്റ്റ് വളരെ കുറയ്ക്കാൻ പറ്റും. കോസ്റ്റ് ക്യാൻ ബി റെഡ്യൂസ് ക്വിക്ക്ലി ബൈ വേ ഓഫ് എഫക്റ്റീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. നല്ല മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ വെച്ച് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന സ്ഥലത്തും നമുക്ക് പെനട്രേഷൻ പോളിസീസ് അഡോപ്റ്റ് ചെയ്യാം, പെനട്രേഷൻ പ്രൈസിങ് അഡോപ്റ്റ് ചെയ്യാം. വെൻ ഇഫ് ദർ ഇസ് എനി പോസിബിലിറ്റി ടു റെഡ്യൂസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ by changing or using an effective way of production technology, then we can lower the price. Lowering the price, what will happen? Competition will be reduced. നമുക്ക് പ്രൈസ് വളരെ കുറയ്ക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കോമ്പറ്റീഷൻ കുറയും. അങ്ങനെ കുറച്ച് ഗുണങ്ങളാണ് നമുക്ക് പെനട്രേഷൻ പ്രൈസിങ്ങിലൂടെ ചെയ്യാൻ പറ്റുക. സോ ദീസ് ടു ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഒരിക്കലും മറക്കരുതെന്ന്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് പ്രൈസ് സ്കിമ്മിങ് ആൻഡ് പെനട്രേഷൻ പ്രൈസിങ്. പ്രൈസ് സ്കിമ്മിങ് മീൻസ് the firms will fix higher charge or higher price for the products at the time of introduction and lower the price gradually. Then it is used to skim off the customers, those who are very happy to pay anything for acquiring those products. So within a short time we can reach high price and also profit. That is the advantage of skimming. Second one, the penetration pricing, in which we will be charging very low price and enter into market to gain the market. On gaining the market, gradually we will increase the price of the product, and this is mainly seen in price sensitive market, and this will reduce the competition. And also if there is any possibility to reduce the cost or by the effective cost production technology, this method can be adopted. That is, a penetration pricing can be adopted. So these are the first type of strategy that we can adopt, that is new product pricing strategy, price skimming and also penetration pricing. Second one is the product line pricing strategy. ഒരു പ്രൊഡക്റ്റ് ലൈൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു കുറേ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് സിംഗിൾ ബ്രാൻഡിൽ വിൽക്കുന്നു. ഇപ്പോൾ എച്ച് യു എല്ലിൻ്റെ തന്നെ ഡൗ
HULൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഡൗവിൻ്റെ തന്നെ എന്തൊക്കെയുണ്ട്? സോപ്പ് ഉണ്ട്, ഷാമ്പൂ ഉണ്ട്, ദെൻ ഫേസ് വാഷ് ഉണ്ട്. അപ്പം 3 എണ്ണമായല്ലോ. അപ്പോൾ 3 പ്രൊഡക്റ്റുകൾ ഒരേ ബ്രാൻഡ് നെയിം, ഡൗൺ എന്നുള്ള ബ്രാൻഡ് നെയിമിൽ സെയിം കമ്പനിയായിട്ട് HULൻ്റെ. അപ്പം അങ്ങനെയുള്ള ഈ 3 ഡൗവിൻ്റെ സോപ്പ്, ഷാമ്പൂ, ഫേസ് വാഷ്, ഇത് 3 എന്തിൽ പെടുന്നു? Product lines. So this is the group of related products under the single brand name marketed by a same company. It is called a product line. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലൈനിന് എന്തെല്ലാം പ്രൈസിങ്, പക്ഷെ അവരെന്ന് വെച്ചാൽ സൈസ് വ്യത്യാസമായിരിക്കും, കളർ വ്യത്യാസമായിരിക്കും, പ്രൈസ് വ്യത്യാസമായിരിക്കും, ക്വാളിറ്റീസും വ്യത്യാസം. നമ്മൾ സോപ്പിൻ്റെ ഫീച്ചറല്ല ഒരു ഫേസ് വാഷിന്, അതല്ല ഒരു ഷാമ്പൂവിന്. ഇതിൻ്റെ കളറും സൈസും ഒക്കെ വ്യത്യാസമാണ് അല്ലേ, ഷേപ്പും എല്ലാം വ്യത്യാസം. അപ്പോൾ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഇതിനെ എങ്ങനെ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ലൈൻ പ്രൈസിങ്ങിനെ തന്നെ നമുക്ക് പ്രൈസ് ലൈനിങ് എന്നും പറയാം. പ്രൊഡക്റ്റ് ലൈൻ ആയതുകൊണ്ട് പ്രൈസ് ലൈനിങ് എന്ന് പറയാം. ഇതിൽ തന്നെ 2 മെത്തേഡ്സ് ആണുള്ളത്. ദാറ്റ് ഈസ് ക്യാപ്റ്റീവ് പ്രൈസിങ് ആൻഡ് ബെയ്റ്റ് പ്രൈസിങ്. ക്യാപ്റ്റീവ് പ്രൈസിങ് ആൻഡ് ബെയ്റ്റ് പ്രൈസിങ് 2 ടേംസ് ആണ്. ക്യാപ്റ്റീവ് പ്രൈസിങ് എന്ന് പറയുമ്പോൾ വി വിൽ ബി ചാർജിങ് എ ഹൈ പ്രൈസ് ഫോർ ദ സപ്പോർട്ടിംഗ് പ്രൊഡക്റ്റ്, ദാറ്റ് ദ മെയിൻ പ്രൊഡക്റ്റ്. നമുക്കൊരു മെയിൻ പ്രൊഡക്റ്റും ഉണ്ട്, ഒരു സപ്പോർട്ടിംഗ് പ്രൊഡക്റ്റും ഉണ്ട് എന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സപ്പോർട്ടിംഗ് പ്രൊഡക്റ്റിന് ഹൈ പ്രൈസ് കൊടുത്ത് മെയിൻ പ്രൊഡക്റ്റിനേക്കാളും. സപ്പോർട്ടിംഗ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മെയിൻ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അത് ആവശ്യമാണ്, അല്ലെങ്കിൽ മെയിൻ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റും ആവശ്യമുണ്ട് എന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ഇല്ലേ, അതിനെയാണ് ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ചെയ്യാനാണ് നമ്മൾ ക്യാപ്റ്റീവ് പ്രൈസിങ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഷാമ്പൂവും കണ്ടീഷണറും, ഷാമ്പൂവിൻ്റെ റേറ്റിനേക്കാളും കൂടുതലാണ് കണ്ടീഷണറിൻ്റെ റേറ്റ്. ബിക്കോസ് കണ്ടീഷണർ വിൽ മേക്ക് ദ ഹെയർ സ്മൂത്ത് ആഫ്റ്റർ ഗെറ്റിംഗ് ഷാമ്പൂ ചെയ്ത് കഴിഞ്ഞ് മുടിക്ക് കണ്ടീഷണർ ഇട്ടാൽ നല്ല രസമായിരിക്കും. അപ്പം കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? കണ്ടീഷണറും കൂടെ വാങ്ങും. കണ്ടീഷണേഴ്സ് ആർ ഹാവിങ് ഹയർ ചാർജ്. അതേപോലെ സ്പെയർ പാർട്സ്, അതുപോലെ പീരിയോഡിക് സർവീസൊക്കെ നമ്മൾ വെഹിക്കിൾസിന് കൊടുക്കില്ലേ. അപ്പോൾ വെഹിക്കിൾ വാങ്ങുന്നതിനേക്കാളും വളരെയധികം, വാങ്ങുന്നതിൻ്റെ അത്ര ഒന്നും വരില്ല, എന്നാലും ഒരു നല്ല രീതിയിലുള്ള ചാർജ് വരും ഒരു സർവീസിന്. സ്പെയർ പാർട്സിനും അതേപോലെ നല്ല ചാർജ് വരും. ചില പ്രൊഡക്റ്റിന് അത്രയും പ്രൈസ് ഉണ്ടാവില്ല, പക്ഷെ അവരുടെ സ്പെയർ പാർട്സ് നമുക്ക് വാങ്ങണമെങ്കിൽ ഭയങ്കര പ്രൈസ് ആയിരിക്കും. കോർ പ്രൊഡക്റ്റിനേക്കാളും നമ്മൾ നമ്മുടെ അതിൻ്റെ സബ്സിഡറി പ്രൊഡക്ട്സിന് കൂടുതൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിനാണ് ക്യാപ്റ്റീവ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ഹൈ പ്രൈസ് ഫോർ ദ സപ്പോർട്ടിംഗ് പ്രൊഡക്റ്റ് ദാൻ ദി മെയിൻ പ്രൊഡക്റ്റ്. സെക്കൻഡ് വൺ ഇസ് ബെയ്റ്റ് പ്രൈസിങ്. ബെയ്റ്റ് എന്ന് പറയുമ്പോൾ വെച്ചാൽ എര. നമ്മൾ മീനിനെയൊക്കെ ഇരയിട്ട് കൊടുത്തിട്ട് പ്രേ ഇട്ട് കൊടുക്കില്ലേ, ഇരയിട്ട് കൊടുക്കും, എന്നിട്ട് അവരെ പിടിക്കും. അവർക്ക് ഇരയെ കൊടുക്കത്തുള്ളൂ, പക്ഷെ നമുക്ക് മീനെ കിട്ടും എന്ന രീതിയിൽ. അതേ രീതിയിലുള്ള പ്രൈസിങ് മെത്തേഡാണ് ബെയ്റ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നറിയാം നമ്മളൊരു ലോ പ്രൈസ് ഫിക്സ് ചെയ്തു, പക്ഷേ കസ്റ്റമേഴ്സ് ലോ പ്രൈസ് വയ്ക്കുമ്പോൾ കസ്റ്റമേഴ്സ് വരും. കസ്റ്റമേഴ്സ് വന്നു കഴിയുമ്പോൾ നമ്മൾ പതുക്കെ നമ്മുടെ എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മളത് ഈ തുണിക്കടകളിലും സ്വർണ്ണക്കടകളിലൊക്കെ കാണാറുണ്ട്. ഒരു സീസൺ ടൈമിലൊക്കെ ഗോൾഡ് ഷോപ്പിലൊക്കെ പറയും ഡയമണ്ട് ഇത്ര 10,000 സ്റ്റാർട്ട് ചെയ്യുന്ന ഡയമണ്ട്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആയിരിക്കും ഒരു പരസ്യം കൊടുക്കുന്നത്. സോ ഓട്ടോമാറ്റിക്കലി കസ്റ്റമേഴ്സ് വിൽ റീച്ച് ദെയർ. ഓൺ റീച്ചിങ് ദെയർ ദേ വിൽ ഇൻട്രൊഡ്യൂസ് സം അതർ പ്രൊഡക്ട്സ് ഓൾസോ. കുറച്ചുകൂടെ പ്രൈസ് വ്യത്യാസമായിട്ടുള്ള പ്രൊഡക്ട്സും അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. സംടൈംസ് ചില കസ്റ്റമേഴ്സ് ആ 10,000 മാറ്റിയിട്ട് കുറച്ചുകൂടെ ഹൈ റേഞ്ചുള്ള പ്രൈസിലുള്ള പ്രൊഡക്റ്റ് വാങ്ങാൻ നോക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് എ ബെയ്റ്റ് പ്രൈസിങ്. അതേപോലെ തുണിക്കടകളിലും നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ആദായ വിൽപ്പന, ഡിസ്കൗണ്ട് സെയിൽ എന്നെല്ലാം പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ വി വിൽ അപ്രോച്ച് ദോസ് ഷോപ്സ് വിച്ച് ഷോസ് ദ ഡിസ്കൗണ്ട് സെയിൽ. ഓൺ റീച്ചിങ് ദ ദേ വിൽ ഷോ സം ഓഫ് ദി പ്രൊഡക്ട്സ് ഇൻ ദ ഡിസ്കൗണ്ട് സെഷൻ. പക്ഷേ അത് വളരെ അത്ര നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഒന്നും ആയിരിക്കില്ല സംടൈംസ്. ആൻഡ് വി വിൽ ഷോ സം അതർ പ്രൊഡക്ട്സ്, അതിനേക്കാളും പ്രൈസുള്ള പ്രൊഡക്ട്സ് കാണിച്ച് കസ്റ്റമേഴ്സിനെ ഒരു കൺവിൻസ് ചെയ്തിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കും. ദാറ്റ് ഈസ് ദ ബെയ്റ്റ് പ്രൈസിങ്. ദാറ്റ് ഈസ് വി വിൽ first set a low price at a very low or even below to attract the customers to the shop. When they reach the shop, we will try to sell more expensive products to the customers. This is called the paid pricing. So in product line pricing or price lining, we can have 2 types of pricing strategy, that is captive pricing and also paid pricing. Captive pricing means we will fix a high price for the supporting products and the core product, that is in case of spare parts. And in the paid pricing, we will set very low price and we will attract the customers and then introduce them with the expensive product. Try to sell those expensive product to them. So today we have discussed what is demand-based pricing, then what is competition-based pricing and its types, 4 types: price, going rate, seal bid and predatory pricing.
then the merits and the demerits of the competition oriented pricing, then the pricing strategies, in which we have discussed two types of strategy, that is new product pricing strategy and product line pricing strategy. New product line pricing strategy itself we have studied two types, very important, price skimming and penetration strategy. Then in the product line pricing or the price lining, we have studied two types of pricing strategy, captive pricing and also bait pricing. So these we can end today's lecture with this. We can see the other ones like the psychological pricing, then promotional pricing and all in the next lecture. So that's all for the day. If you have any doubts, just message me.